ഹായ്, ധനീഷ് ഫ്രം സ്കെയിലപ്പ് മിഷൻ. സ്കെയിലപ്പ് മിഷൻ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഫേമാണ്. അതായത് പല ബിസിനസ് ഓണേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെയിലപ്പിനെ പറ്റിയിട്ടല്ല, പകരം സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ 20ഓളം ബ്രാൻഡുകൾ മൾട്ടി സിറ്റികളിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതും ചിലപ്പോൾ ഫ്രാഞ്ചൈസി മോഡലുണ്ടാവാം, അതോടൊപ്പം ഓൺ സ്റ്റോറുകൾ ഉണ്ടാവാം. നിങ്ങൾ കേട്ടിരിക്കാം കഫേ കോഫിയുടെ കോടികളുടെ ടേൺ ഓവറുള്ള ഓർഗനൈസേഷനാണ്. അതുപോലെ ചായ് സുട്ടവാല 485 സ്റ്റോറുകളുണ്ട് അവർ, 150 കോടിയുടെ ടേൺ ഓവറാണ് അവർക്കുള്ളത്. അതേപോലെ സ്റ്റാർബക്സുകൾ, ഇങ്ങനെ 20ഓളം ബ്രാൻഡുകളുണ്ട് നമുക്ക്. ടീ ഹൗസ്, എ വാലെ ചായ്, MBA ചായ് വാല, സ്റ്റാർബക്സ്, CCD, കോസ്റ്റ കോഫി ഫ്രാഞ്ചൈസി. If you're looking for a business with low risk and high return, we'll see how it will work. ആക്ച്വലി ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ടീ ഷോപ്പുകളുണ്ട് അല്ലേ? പക്ഷെ എല്ലാം തന്നെ ഹൈലി സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് നോക്കാം എന്താണ് സക്സസ് ഫോർമുലായിരുന്നത്. ഒന്ന്, നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ്. 2, ബ്രാൻഡിങ് ആണ്. 3, സ്ട്രാറ്റജിക് മെനു എഞ്ചിനീയറിംഗ് ആണ്. 4, ബിസിനസ് മോഡലാണ്. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. സ്വാഭാവികമായിട്ടും കുറച്ച് റഷായിട്ടുള്ള സ്ഥലങ്ങളിൽ ടീ ഷോപ്പ് ഇടുന്നതാണ് എപ്പോഴും സക്സസ്ഫുൾ ആവുക. ഒന്ന് ബസ് സ്റ്റാൻഡുകൾ, അല്ലെങ്കിൽ കോളേജുകൾ ഉള്ള ഏരിയ, അല്ലെങ്കിൽ കൂടുതലും ഓഫീസുകളുള്ള ഏരിയ. കൂടുതൽ ആളുകൾ ആക്ച്വലി വന്ന് വൈകിട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചായ കുടിക്കുന്ന ഒരു ഏരിയയിലാണ് ആക്ച്വലി ഏറ്റവും നല്ലത് അല്ലേ? കൂടുതൽ ഫുഡ് ഫാളുകളുള്ള ഒരു ഏരിയ ആയിരിക്കും എപ്പോഴും നല്ലത്. രണ്ടാമത്, നിങ്ങളുടെ ബ്രാൻഡിങ്. ആക്ച്വലി ഇവിടെ 10 രൂപയ്ക്ക് ടീ കിട്ടുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരിപ്പോഴും സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട്, എന്നിട്ട് നിങ്ങൾ 10 രൂപയ്ക്ക് പകരം ഒരു പക്ഷേ 12 രൂപയ്ക്കോ 15 രൂപയ്ക്കോ ഒന്ന് പ്രൈസ് ഹൈക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതോടൊപ്പം മറ്റുള്ളതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഭയങ്കര നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കുക എന്നതാണ്. ഒരിക്കൽ ചായ കുടിച്ചാൽ ആ ചായ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ദൂരെ നിന്ന് വരുന്ന രീതിയിലേക്ക് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റിനെ മാറ്റിയെടുക്കേണ്ടി വരും. മറ്റൊന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ മെനു എന്നുള്ളത്. ഇവിടെയാണ് ആക്ച്വലി ബിസിനസ്സിൻ്റെ ടേൺ ഓവർ കിടക്കുന്നത്. നിങ്ങൾ ഈ 10 രൂപയുടെയോ അല്ലെങ്കിൽ 15 രൂപേൻ്റെ ഒരു ടീ വിറ്റിട്ടല്ല ആക്ച്വലി നിങ്ങൾ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പോകുന്നത്. ആ ടീ എന്നുള്ളത് അതൊരു ഹാബിറ്റ് കൂടിയാണ് അല്ലേ? എല്ലാവരും രാവിലെ ഒരു ടീ കുടിക്കും, അതേപോലെ വൈകിട്ടും. അപ്പോൾ ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഷോപ്പിലേക്ക് ആളുകൾ വരുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ വരുന്നത് വളരെ റെയറാണ്. ഫ്രണ്ട്സ് ആയിട്ടാണ് വരുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താ, കുറച്ചുകൂടെ വലിയ വോളിയം കൂടും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചായ മാത്രം ഒരാളും കുടിക്കാറില്ല, അല്ലെങ്കിൽ വളരെ അധികം ഒരു 95% ആളുകളും ചായയുടെ കൂടെ മറ്റൊരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതൊരു പക്ഷേ സ്നാക്സ് ആയിരിക്കാം. ആ സ്നാക്സ് ആണ് ആക്ച്വലി നിങ്ങളുടെ 10 റുപ്പീസിൻ്റെയോ അല്ലെങ്കിൽ 15 റുപ്പീസിൻ്റെ ചായയുടെ ഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് വരിക. അവിടെയാണ് ആക്ച്വലി നിങ്ങളുടെ പ്രോഫിറ്റ് കൂട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഒരു നമ്പേഴ്സുകളൊന്ന് കാണാം. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 രൂപ 55 പൈസ മിൽക്ക്, ഷുഗർ 34 പൈസ, ഡിസ്പോസിബിൾ ഗ്ലാസ് 1 റുപ്പി 40 പൈസ, ടീ പൗഡർ 78 പൈസ, ഇലക്ട്രിസിറ്റി ആൻഡ് അതർ എക്സ്പെൻസ് 0.75. Total cost is 7.22. Selling price is 15 rupees. Total margin is 7 rupees 88 paisa. Actually 7 rupees 88 paisa പ്രകാരം നമ്മൾ ഒരു ചായയുടെ മുകളിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ, ഒരു ദിവസം 1000 ടീ ആണ് നമ്മൾക്ക് സെയിൽസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7880 രൂപയാണ്. അത് നമ്മൾക്ക് 3 സ്റ്റാഫ്, 2500 രൂപ നമ്മുടെ സ്റ്റാഫിൻ്റെ സാലറി, 2000 രൂപ നമ്മുടെ റെൻറ്റ്, അതോടൊപ്പം മിസ്ലേനിയസ് ആയിട്ട് ഒരു 500 റുപ്പീസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5000 രൂപ എക്സ്പെൻസ് ഉണ്ടാവാം. ഈ 5000 രൂപയിൽ നമുക്ക് ബാക്കി പ്രോഫിറ്റായിട്ട് വരുന്നത് 2880 രൂപയാണ്. 2880 രൂപ പ്രകാരം നമ്മൾ ഒരു മാസം നോക്കുകയാണെങ്കിൽ 86,400 രൂപയായിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ആക്ച്വലി ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഗെയിം ചേഞ്ച് വരുന്നത്. അതായത് 86,400 രൂപ ഒരു പ്രോഫിറ്റിലാണ് നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. എന്നാൽ ഇവിടെയാണ് നമ്മൾക്ക് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവേണ്ടി വരുന്നത്. ചായയുടെ കൂടെ ഒരു 2 കട്ട്ലറ്റിൻ്റെ ഒരു കോംബോ ആണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂ 30 രൂപയായിരിക്കാം. അതേപോലെ പബ്സാണ് നിങ്ങൾ കൊടുക്കുന്നതുണ്ടെങ്കിൽ 25 രൂപയായിരിക്കും. ഇവിടെയാണ് സെയിൽസിൽ വരുന്ന മാസ് ചേഞ്ച് വരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ വലിയൊരു ബ്രാൻഡിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡിങ്, നിങ്ങളുടെ ട്രസ്റ്റ്, നിങ്ങളുടെ കസ്റ്റമർ ബേസ്, ഇതെല്ലാം ആക്ച്വലി നിങ്ങളുടെ ഇങ്ങനെ ആദ്യം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു നല്ല ബ്രാൻഡ് പൊസിഷൻ വന്നു, നല്ലൊരു റവന്യൂ വരുന്ന സമയത്ത് നിങ്ങൾ ബിസിനസ് എക്സ്പാൻഷൻ എന്നുള്ളൊരു ഒരു ലെവലിലേക്ക് മാറുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും നല്ലൊരു ബ്രാൻഡാണെങ്കിൽ ആളുകൾ നിങ്ങളെ തേടി, അത് വേർഡ് ഓഫ് മൗത്ത് വഴി സ്വാഭാവികമായിട്ടും പല ആളുകളിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല മാർക്കറ്റിംഗ് മെത്തഡോളജി ഉപയോഗിക്കും. ഇൻസ്റ്റഗ്രാം പോലുള്ള മെത്തഡോളജികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് പോലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ സ്റ്റോറുകൾ പോലുള്ള ഇനിഹൗ നിങ്ങൾക്ക് എക്സ്പാൻഷനിലേക്ക് പോകാൻ പറ്റും. ഫ്രാഞ്ചൈസി കൺസെപ്റ്റാണ് ആക്ച്വലി ഇത്തരം ബിസിനസ്സുകളിൽ നമുക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓരോ ഫ്രാഞ്ചൈസി ഇടുമ്പോഴും നിങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി ഫീസായിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടുന്നതാണ്. ലെറ്റ്സ് സേ ഇഫ് യു ആർ ഗിവിംഗ് ഫോർ 15 lakhs, 5 lakh വിൽ ബി യുവർ ഫ്രാഞ്ചൈസി ഡെപ്പോസിറ്റ് ആൻഡ് 10 lakhs ആ 10 lakhs നമ്മൾക്ക് ഒരു ഷോപ്പിൻ്റെ എല്ലാ നിങ്ങളുടേതായ ബ്രാൻഡിങ് എലമെൻറ്റ്സ്, നിങ്ങളുടേതായ പ്രൊഡക്ട്സുകൾ, അതോടൊപ്പം മെഷീനറീസ് എല്ലാം നിങ്ങൾക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അവിടെ വളരെ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത്. 2, ഈ ബിസിനസ് പൂർണ്ണമായിട്ടും നിങ്ങളായിരിക്കണം കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കൺട്രോൾ അല്ലെങ്കിൽ അവർ പല പ്രൊഡക്ട്സുകൾ, ഈ ഫ്രാഞ്ചൈസി എടുത്ത ആളുകൾ പല പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യുന്നുണ്ടാവാം. അതേപോലെ ഈ ക്വാളിറ്റിയിലാവണം എന്നില്ല കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായ കൃത്യമായിട്ടുള്ള കൺട്രോളോട് കൂടി, നിങ്ങളുടേതായ ക്വാളിറ്റിയോട് കൂടിയിട്ട് മാത്രമായിരിക്കണം അവിടെ ഓപ്പറേഷൻസ് നടക്കുന്നത്. 100% നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് വളരെയധികം സക്സസ്ഫുൾ ആവും. മോർ ഓവർ വളരെ സഡൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ ഗ്രോത്തും ഉണ്ടാകുന്നത്.